ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഈ ടെറസ് ഏരിയയിലേക്ക് നമ്മുടെ ആഫ്രിക്കൻസും മറ്റ് ബേഡ്സൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ബജ്ജീസ് കുട്ടന്മാർ മാത്രം ഹാപ്പിയല്ല. അവന്മാർക്ക് കലത്തിൽ കയറാനോ മുട്ടയിടാനൊന്നും ആഫ്രിക്കൻസ് സമ്മതിക്കുന്നില്ല. അവർ കലത്തിൻ്റെ അകത്ത് കയറിയിരുന്നാൽ തന്നെ മറ്റവരെല്ലാം ഗ്യാങ്ങായിട്ട് വന്ന് അതിനെ ഇറക്കി വിടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണത്തിന് പരിക്കൊക്കെ പറ്റി. ഇപ്പം ഈ ബ്ലൂവിനായിരുന്നു പരിക്ക് പറ്റി കിടന്നത്. ഇപ്പം പുറത്തൊക്കെ ആക്കി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ഏവിയറിക്കകത്ത് ബജീസിന് വേണ്ടിയിട്ട് ഒരു കൂടുണ്ടാക്കിയാലോ എന്നൊരു പ്ലാൻ. പക്ഷെ അതിനൊരു പറ്റിയൊരു ഏരിയ ഇവിടെ ഇനി തപ്പി അങ്ങനെ എൻ്റെ മനസ്സിൽ ഈ സ്ഥലമാണ് വന്നത്. നമ്മുടെ ഇത് അകത്തേക്കുള്ള ഡോറാണ്, നമ്മുടെ ഈ ആഫ്രിക്കൻസിനുള്ള ഡോറ്. ഈ ഒരു കൊച്ചു ഏരിയ ഉണ്ട് അവിടെ. എന്നുവെച്ചാൽ പണി കുറഞ്ഞതായിരിക്കാം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇവിടെ ഒരു എൻഡുണ്ട്, അതേപോലെ ഇവിടെ ഒരു എൻഡുണ്ട് നമ്മുടെ. അപ്പം ഇതിൽ 3 സൈഡ് ആക്ച്വലി നെറ്റുണ്ട്. ഇനി മുകൾ സൈഡിലും കൂടെ നമ്മൾ നെറ്റ് ചെയ്യണം, അതേപോലെ താഴെയും ചെയ്യണം. ഫ്രണ്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3 സൈഡ് ചെയ്യേണ്ട ആവശ്യമേ നമുക്കിവിടെ വരുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ കൂട് അവർക്ക് കിട്ടുകയും ചെയ്യും. മുകളിൽ നിന്ന് ഇത്രയും ഭാഗം ഈ ചട്ടിയിരിക്കുന്ന ഭാഗം വരെ ഒരു എൻഡ് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് പക്ഷേ വലിയ പണിയില്ല, കാരണം 2-3 സ്ഥലം മാത്രമല്ലേ സെറ്റ് ചെയ്യാനുള്ളൂ. അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് നെറ്റ് വേണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പോയി നെറ്റും വാങ്ങിച്ച് പ്ലെയർ ഇവിടെ ഉണ്ട്. പ്ലെയറൊക്കെ വെച്ച് നമുക്ക് തന്നെ ഒരു കൂട് സെറ്റ് ചെയ്യാം. അല്ല, ഇവിടെ ഏവേരിക്കകത്ത് ഈ കൂട് വലിയ കൂടും ഇതിനപ്പുറത്തെ കൂടൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പം ബജീസിന് വേണ്ടി സെറ്റ് ചെയ്ത് ബജീസിൻ്റെ കലങ്ങളും കൂടെ അവിടെ വെച്ച് കൊടുത്താൽ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാം. മറ്റവർക്കും കുഴപ്പമില്ല, ഇവർക്കും കുഴപ്പമില്ല. കാരണം ആഫ്രിക്കൻസിൻ്റെ ഇടയിൽ ബജീസ് എന്ന് പറയുന്ന കുഞ്ഞു ബേഡ്സാണ്. അതുകൊണ്ട് അവന്മാർ അത്ര അടുപ്പിക്കില്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വല്ല നമ്മുടെ കോക്കറ്റയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവന്മാരെ പോയി ഇവരൊന്നും ചെയ്തില്ല. നമുക്ക് മാറ്റാം, നമുക്ക് കൂടെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പണി തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീൻ നെറ്റാണ് വാങ്ങിച്ചത്. ഒരു 5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മതി, ഇത് അധികം കാണുമെന്നാണ് വിശ്വാസം. പിന്നെ പ്ലെയർ എടുത്തിട്ടുണ്ട്, കെട്ടാളന് കമ്പി. പണി തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അടിയിലത്തെ ഭാഗം പിന്നെ വലിയ ഉപയോഗമില്ല തിരക്കില്ല. അപ്പോൾ താഴെയും കൂടെ ക്ലീൻ ചെയ്ത് മുകളിൽ നിന്ന് താഴെ അറ്റം വരെ അങ്ങ് എടുക്കാം. ഒരു ചെറിയൊരു ഏരിയ വരുള്ളൂ, കാരണം ഇത് വരില്ല, ഇവിടം വരെ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു എത്ര സ്ക്വയർ ഫീറ്റൊന്നും ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഒരു വിശ്വാസം. നമ്മുടെ വീട്, നമ്മുടെ ഐഡിയാസ് ചെയ്യുക, നോക്കാം. നമ്മുടെ ബജീസിന് വേണ്ടിയിട്ടുള്ള കൂട് സെറ്റപ്പ് പാതി പണിയിലായതേ ഉള്ളൂ. നമ്മളകത്ത് 1-2 കമ്പുകളൊക്കെ വെച്ചു. താഴെ ഞാൻ ഒരു ചെറിയത് വെച്ചിട്ടേ ഉള്ളൂ. താഴെയും കൂടെ നെറ്റ് അടിച്ച് കഴിയുമ്പോൾ, പിന്നെ ഡോറും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കൂട് സെറ്റാവും. താഴത്തെ ഭാഗം എടുക്കാതിരിക്കാതെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അത് അടയ്ക്കാതിരുന്നാലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടച്ച് താഴെ ഭാഗം കൊണ്ട് ഒരു ഡോറാക്കും, 2 ഡോർ ചെയ്യാം. അപ്പോൾ താഴെയും ക്ലീൻ ചെയ്യാൻ പറ്റും, കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ എന്ന് വിചാരിക്കണം. ഇത്രയും ചെയ്തപ്പോൾ തന്നെ മണിക്കൂറുകളായി. ആക്ച്വലി കാണുമ്പോൾ ചെറുത്, പക്ഷെ നല്ല പണിയുണ്ട് കേട്ടോ. തനിയെ ചെയ്യുമ്പോൾ നമ്മൾ കയറി ഇറങ്ങി ഒക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ബട്ട് ചെയ്ത് നമ്മുടെ ഉമ്മാരെ ഇതിൻ്റെ അകത്ത് തുറന്ന് വിടണം.
ബാക്കി പണി ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ബജീസിൻ്റെ കൂട് പണി ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അടിയിൽ മണ്ണിടാൻ മറന്നുപോയി, അത് പിന്നെ ഇടാം. ഡോറ് തൽക്കാലം ഒരു തട്ടിക്കൂട്ട് ഡോറാണ്, ചെറിയൊരു ഓപ്പണിങ്ങേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടച്ച് 4 സൈഡും ഒന്ന് കവർ ചെയ്യാവുന്ന രീതിയിൽ അകത്ത് കലങ്ങളും വെച്ചു, കുറച്ച് കമ്പുകളും വെച്ചു. നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലകത്തേക്ക് ഇവന്മാരെ പിടിച്ചിടണം. ഇതിൻ്റെ അകത്തു നിന്ന് അവന്മാരെ പിടിക്കുന്നത് രാത്രിയേ പറ്റുള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കാം, പറ്റുമെങ്കിൽ ഇപ്പം പിടിച്ചിടാം, ഇല്ലെങ്കിൽ പിന്നീട്. നമ്മുടെ കൂട് പണി കംപ്ലീറ്റ് ആക്കി. പിന്നെ രാത്രി തന്നെ ഇരുട്ടത്ത് നമ്മുടെ ബജീസിനെ പിടിച്ചു ഈ കൂട്ടിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. 4 പേരെയും. ആഫ്രിക്കൻസൊക്കെ അപ്പുറത്തെ ഡോറിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്ന് ഗ്രില്ലിൽ വന്നിരുന്നു, നെറ്റിൽ വന്നിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ചെറിയൊരു കൂടാണ്, വലിയ വീതിയൊന്നുമില്ല. പക്ഷേ മുകളിൽ നിന്ന് താഴം വരെ ഇവർക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട, സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തത് ഇവന്മാരെ. അവർക്കായിട്ടൊരു ഏരിയ ആകുമ്പോൾ അവർക്ക് ബ്രീഡ് ചെയ്യാനും മുട്ടയിടാനും അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. മറ്റേത് ഒരു കലത്തിൽ കയറി ഉടനെ ആഫ്രിക്കൻസ് എല്ലാം കൂടി ഗ്യാങ് ചേർന്ന് വരെ റാഗ് ചെയ്യുമായിരുന്നു, ഒട്ടിക്കും. കലത്തിൻ്റെ അകത്ത് കയറാനേ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് യവന്മാർ പേരായി മുട്ടയൊക്കെ ഇട്ട് പല കലങ്ങളിലും കുഞ്ഞുങ്ങളുണ്ട്. ഈ കലത്തിലും അങ്ങറ്റത്തെ കലത്തിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, അതിനപ്പുറത്തെ കലത്തിൽ മുട്ടയുണ്ട്. അപ്പോൾ മൊത്തം 8 പേരിൽ ഇപ്പോൾ 7 ആഫ്രിക്കൻസാണ് ഉള്ളത്. അപ്പോൾ 3 പേര് പേരായി മുട്ടയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം അവർ മറ്റേ ഇവരെ അടുപ്പിക്കത്തില്ല. ഇവർ കലത്തിൽ കയറിയാലേ പ്രശ്നമുള്ളൂ, അല്ലാതെ അവരവിടെ ഇരുന്നാലും ഫുഡ് കഴിച്ചാലൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷേ കലത്തിൽ കയറി ഒരു മുട്ടയിട്ടാൽ അവർക്ക് പിടിക്കില്ല. ഇനി കുഴപ്പമില്ല. ഇവരെയാണ് ആദ്യം വാങ്ങിച്ചത് ബജീസിന്. ഇങ്ങനെ പ്രശ്നമാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ആഫ്രിക്കൻ്റെ ഇടയിൽ ഈ ബജീസിനെ വാങ്ങിക്കില്ല. ആഫ്രിക്കൻസിനെ വാങ്ങിക്കും മുമ്പേ ബജീസിനെ വാങ്ങിച്ചതാണ്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒരു കൂടും കൂടി എക്സ്ട്രാ ചെയ്തു. പിന്നെ നമുക്ക് കൂട് ചെയ്യാൻ പണ്ടേ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. താങ്ക് യു. ബൈ.